അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഈ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഹരീഷ് വാസ്തവൻ്റെയും വാദം. കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെടാത്ത സാഹചര്യം ഒരുക്കുക എന്നത് പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതെന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ചെയ്തില്ല? എന്തുകൊണ്ടാണ് ഒരു ദിവസമെങ്കിലും ഈ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാഞ്ഞത്? അഡ്വക്കേറ്റ് കെ സരൺകുമാർ. ഡോക്ടർ അരുൺ, ഈ കേസിൽ 22 പേജുള്ള ഇത്രയും വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റ്, അതിൽ ഈ വലിയ ഒരു വാദം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനെ അണിനിരത്തി ശ്രീ സിദ്ദിഖ് നടത്തിയത് 8 വർഷം ഡിലേ ഉണ്ട് ഈ കേസിൽ. ആ 8 വർഷം ഡിലേ കൺസിഡർ ചെയ്ത് മുൻകൂർ ജാമ്യം തരണമെന്നായിരുന്നു. 2, ഇതിലൊരു പെനിട്രേറ്റീവ് സെക്സ് ഇല്ല എന്ന രൂപത്തിലുള്ള വാദം നിരത്തി കുറെ സുപ്രീം കോടതി വിധികൾ ഹാജരാക്കി. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ലോയറെ അണിനിരത്തി വാദം പറഞ്ഞിട്ടും ആ വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളല്ലേ കോടതി വിശ്വസിച്ചത്. ഇത് മുൻകൂർ ജാമ്യത്തിന് അർഹമായിട്ടുള്ള കേസല്ല, ഇത് ശരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട കേസാണ് എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചത് പ്രോസിക്യൂഷൻ ഇതുവരെ ശേഖരിച്ച തെളിവുകൾ തന്നെയാണ്. ഒരിക്കലും ഒരു വിക്ടിമിന്റെ അഭിഭാഷകൻ ചാനലിൽ വന്നിരുന്ന് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇത് കോടതിയിൽ സൂചിപ്പിച്ച് എന്തൊക്കെ തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് ഈ വിധിന്യായത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നോ? ഒരു തെളിവും നശിപ്പിക്കപ്പെട്ടിട്ടില്ല, എല്ലാ തെളിവും ഉണ്ട്, അതെല്ലാം കോടതിയിൽ ഹാജരാക്കി. അത് കോടതിക്ക് കണ്ട് ബോധ്യപ്പെട്ടു, കോടതി സാറ്റിസ്ഫൈഡ് ആണ്. സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ഈ കേസിൽ ഹാജരാക്കിയ തെളിവുകൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഗാഡ്ജറ്റിൽ നിന്നാണ് ഈ പരാതിക്കാരിക്ക് ഫേസ്ബുക്ക് വഴി റിക്വസ്റ്റ് അയച്ചത്, സ്കൈപ്പ് വഴി സംസാരിച്ചത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ കൈവശമുണ്ടോ? അതൊക്കെ ഈ SIT തീരുമാനിക്കും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രൂപത്തിൽ മീഡിയ ട്രയൽ നടത്താൻ അങ്ങ് ശ്രമിക്കരുത്. അത്തരത്തിലുള്ള മീഡിയ ട്രയലിന് വേണ്ടി ഒരു അഭിഭാഷകൻ കൂടിയായ എന്നെ പറയുമ്പോൾ സ്വാഭാവികമായ എന്റെ സംശയം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് തെളിവുകൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാതെ SITക്ക് എങ്ങനെ കിട്ടി? ഞങ്ങളുടെ വാർത്തയിൽ ഒരിടത്ത് പോലും ഈ സിദ്ദിഖിനെ SIT ചോദ്യം ചെയ്യുന്നതായി ഒരു സന്ദർഭവും എത്തിയിട്ടില്ല. അങ്ങേക്കറിയാമെങ്കിൽ പറയൂ, ഈ SIT എപ്പോഴെങ്കിലും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഈ തെളിവുകൾ വാങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ കിട്ടും. അല്ല ഡോക്ടർ അരുൺ, ഈ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് മനസ്സിലായ കാര്യം പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന്. ജാമ്യാപേക്ഷ ഒരിക്കലും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട കേസല്ല ഇതെന്ന് ബോധ്യപ്പെട്ട കാര്യം, ആ ബോധ്യപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാജരാക്കിയ തെളിവുകൾ, ആ തെളിവുകൾ അങ്ങക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഈ ചാനലിൽ വന്ന് നിരത്താൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഒരു മീഡിയ ട്രയലിന്റെ ഭാഗമായി അതിനോട് സഹകരിക്കാൻ കഴിയില്ല. ഈ വിധി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ട്. അത് സാഹചര്യ തെളിവുകളാണ്. ആ സാഹചര്യ തെളിവുകൾ പ്രകാരം മസ്കിറ്റോ ഹോട്ടലിലെ, നിള തിയേറ്ററിലെ ഒക്കെ ഇവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റൂമിൽ ഇവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യ തെളിവുകളായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഹരീഷ് ചോദിച്ച ചോദ്യവും ഞാൻ ഉയർത്തുന്ന ചോദ്യവും ഈ സിദ്ദിഖിന്റെ കൈവശമുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലെ നിർണായകമായ വിവരങ്ങൾ, അത് ഈ പ്രോസിക്യൂഷന് എന്തുകൊണ്ട് ശേഖരിക്കാൻ കഴിയാതെ പോയി? എന്തുകൊണ്ട് സിദ്ദിഖിനെ ഒരു ദിവസമെങ്കിലും ഇത്രയും ദിവസമായിട്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല? ആ തെളിവുകൾ കസ്റ്റഡിയിൽ എടുക്കണ്ടേ? അതാണ് ചോദ്യം. അവിടെ വീഴ്ച സംഭവിച്ചു എന്നാണ് ഹരീഷിന്റെ വാദം. കെ സരൺകുമാർ. ഹരീഷ് ഈ കേസിലെ വിക്ടിമിന്റെ അഭിഭാഷകനാണെങ്കിൽ ഈ വാദം എടുക്കേണ്ടത് കോടതിയിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വാദം എടുക്കാമല്ലോ. എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു, എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കി, അതിൽ ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പരാജയം വന്നിട്ടുണ്ടോ, അത് ചാനലിലല്ല മിസ്റ്റർ എടുക്കേണ്ടത്. ആ ചാനലിൽ എടുക്കുന്ന തെളിവിനോട് പ്രതികരിക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ 4ാമത്തെ ഓപ്പർട്ടി പോർഷൻ, ആ ഉത്തരവിൽ സെപ്റ്റംബർ 10 ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒരു തരത്തിലും മീഡിയ ട്രയൽ നടത്തരുത്. അത് മാധ്യമമായാലും സോഷ്യൽ മീഡിയ ആയാലും ചാനലായാലും തെളിവെടുപ്പുമായി